ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി റെസിപ്പി മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങാ കൊത്തിട്ട് എങ്ങനെ ചെമ്മീൻ വെക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെക്കുക. ഇതിൻ്റെ തല ഒന്നും കളയേണ്ട ആവശ്യമില്ല, പക്ഷേ തല ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ. തല മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ മുളക് പൊടി കാശ്മീരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇത് സാധാ മുളക് തന്നെയാണ്. അപ്പോൾ ഇതിന് കളർ കുറച്ച് കുറവായിരിക്കും, പക്ഷേ ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാകുമ്പോൾ കളർ ചേർത്തിട്ട് കളർ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കേടൊന്നും നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മളിത് എത്ര നേരം വെക്കുന്നോ അത്രത്തോളം അതിൽ ഈ മസാല പിടിച്ചിട്ട് അതിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 മണിക്കൂറോളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, വെളുത്തുള്ളി, സവാള, ഒരു കഷ്ണം ക്യാരറ്റ്, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു ഫുൾ നീര് കേട്ടോ, അങ്ങനെ അതും കൂടി എടുക്കുക. 1 കിലോ ചെമ്മീനിലേക്കുള്ള അളവാണ് ഞാനീ പറഞ്ഞു കേട്ടോ. 1 കിലോ ചെമ്മീൻ ഉണ്ട് ഇത്. എന്നിട്ട് നമ്മൾ 3/4 മണിക്കൂർ ഇപ്പോൾ ഇത് വെച്ച ശേഷം ഒരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ആദ്യം. അപ്പോൾ നല്ലോണം വറുത്തിട്ട് നെരിച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഓയിൽ. ഇത് ഇങ്ങനെ ഒന്ന് അതിൽ മുങ്ങിക്കിടക്കേണ്ട കാര്യമില്ല. ചെമ്മീൻ്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ ഓയിൽ ഉണ്ടായാൽ മതി, പക്ഷെ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ അതിൽ ഒഴിച്ച ശേഷം ചെമ്മീനിലേക്ക് ഇട്ട ശേഷം നമ്മളതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെമ്മീനൊക്കെ വേവായിട്ടുണ്ട്. ഈ ഒരു വേവ് മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെമ്മീനും പിന്നെ അതിൽ നിന്ന് കോരി എടുത്തിട്ട് ആ ബാക്കിയുള്ള ഓയിലില്ല അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കുക, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തക്കാളി വെന്ത് കിട്ടാനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ചെറിയ നുറുങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഉള്ളിയിട്ട് അതൊന്നും ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചതച്ചരക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. അതിനുശേഷം ഇഞ്ചി, അതുപോലെ തന്നെ ക്യാരറ്റ് നീളത്തിൽ കനം കുറച്ചിട്ട് ചീകിയെടുക്കുക. അതുപോലത്തെ അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതോടൊപ്പം തന്നെ പച്ചമുളകും നീളത്തിലരിയാം കേട്ടോ. ഇതിങ്ങനെ നീളത്തിൽ തന്നെ അരിയണോ അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിങ്ങനെ അരിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്യുക. തക്കാളി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, തക്കാളി വേവാനായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തക്കാളി വെന്തുടഞ്ഞ് കിട്ടും. നമ്മളെല്ലാം ഏതും ഉണ്ടാക്കുമ്പോഴും അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് സാധാരണ ഗ്യാസും ലാഭിക്കുക. ഗ്യാസിന്മേലാണെങ്കിൽ ഗ്യാസ് ലാഭിക്കുക, കറണ്ടിലാണെങ്കിൽ കറണ്ടൊക്കെ ലാഭിക്കുക. അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കാം. പക്ഷേ ചില സാധനങ്ങൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ നീരാവിയിലേക്ക് ചാടും, അപ്പോൾ പിന്നെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് വേവാനായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ചുവന്ന മുളക് പൊടിയും കൂടിയും കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് മൂടി വെക്കുക കേട്ടോ. നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. അത് വെന്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങ കൊത്ത് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുരു അതിലേക്ക് ചാടാൻ പാടില്ല. കുരു ചാടി കഴിഞ്ഞാൽ അതിന് കയ്പ്പ് രുചിയായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കിയല്ല മസാലയൊക്കെ ചെമ്മീനും ഒന്നായിട്ട് മിക്സ് ആയ ശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. അതിന് മുമ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച ശേഷം നമുക്കത് ഒരു ആവി കയറിയ ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ ആവശ്യത്തിന് ഗ്രേവി പോലെ ആയിട്ട് നമുക്ക് ദോശയുടെ കൂടോ ചോറിൻ്റെ കൂടോ ഒക്കെ കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും ടേസ്റ്റിയായ
റെസിപ്പിയാണ്, എളുപ്പവുമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.